നമ്മളെ കൊടുവള്ളി എന്ന ചാനൽ കുറച്ച് മുമ്പേ നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? നമ്മളൊരു അഡ്ഡാറ് സ്ഥലത്തേക്ക് പോവാണ്, മുക്കത്ത്. അപ്പോൾ ആ മുക്കത്തെ ആ നമ്മുടെ ഷംസ് കണ്ടില്ലേ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് അതിന്റെ പ്രൊജക്ട്. ഇവിടേക്കാണ് നമ്മൾ കയറി പോകുന്നത്. ഇവർക്ക് എന്താ പറയാ, പ്രൊജക്ട് വേറെയും മലപ്പുറം ജില്ലയിലുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രൊജക്ട് ഉണ്ട്. അന്നേരം എല്ലാ ആളുകളും നമ്മൾ കയറുകയാണ് മക്കളെ, നോക്കുന്നല്ലേ വേറെ പ്രൊജക്റ്റിലേക്ക്. ഇവിടുത്തെ ചുള്ളനാട് പോണ്. അപ്പൊ നമ്മള് ഓഫീസിലേക്ക് ഇങ്ങനെ കയറിയിട്ടുണ്ട്. ഇതാണ് ഓഫീസിന്റെ ഉള്ളിലെ അന്തരീക്ഷം. ഇനി നമുക്ക് ഇതിന്റെ ഓണർ ഒന്ന് പരിചയപ്പെടണം. അതുപോലെ തന്നെ ഇതിൽ മൂപ്പർക്ക് എന്തൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ഓണർ അടുത്തേക്ക് പോവാണ്. ഓക്കെ, നമ്മളങ്ങനെ ഇതിന്റെ ചെയർമാന്റെ അടുത്തേക്ക്, ചെയർമാന്റെ ടേബിളിലേക്കാണ് പോകുന്നത്. അസ്സലാമു അലൈക്കും. ഷംസുക, ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ നല്ലൊരു വീട് കിട്ടുക. അപ്പൊ ഒരുപാട് ബിൽഡേഴ്സ് നമ്മളെ കേരളത്തിലുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങൾ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോ നിലവിൽ ചെയ്യുന്നത്? വയനാട്, മലപ്പുറം, കോഴിക്കോട്. ഓക്കെ. നിങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാൻ പറ്റുമോ? കാരണം ഒരു കസ്റ്റമർക്ക് ചോദ്യങ്ങൾ പലതായിരിക്കും. അന്നേരം ആ കസ്റ്റമറുടെ ചോദ്യം എന്താന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലോ. അന്നേരം A to Z കാര്യങ്ങളൊന്ന് ചുരുക്കിയിട്ട് നിങ്ങൾ വിവരിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് അത് കേൾക്കാനും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും ഒക്കെ സൗകര്യമായിരിക്കും. 20 വർഷമായി കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള സംവിധാനമാണ്. ഹെഡ് ഓഫീസ് ഇപ്പൊ മുക്കത്താണ് ഇപ്പൊ ഉള്ളത്, അഗസ്റ്റിനിൽ. ബ്രാഞ്ചുള്ളത് യുവറമ്പ്, മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. 20 വർഷത്തെ നമ്മൾ ഈ ഫീൽഡ് തന്നെ ഉള്ളത് കൺസ്ട്രക്ഷൻ മേഖലയിൽ. അപ്പൊ നമ്മള് കസ്റ്റമറെ എന്താണോ അവരെ എൻക്വയറി അനുസരിച്ച് പ്ലാൻ ഡിസൈൻ ചെയ്തു, പിന്നെ ഡെവലപ്പ് ചെയ്ത് 3D എല്ലാം സെറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ 2-3 രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന്, അവർക്ക് പ്ലാനും ഡിസൈനും അതിന്റെ അപ്രൂവലൊക്കെ സെറ്റ് ചെയ്ത് 3D അടക്കം ചെയ്തു കൊടുക്കും. രണ്ടാമത്തേത്, അവർക്ക് വർക്ക് ചെയ്യാൻ അവർക്ക് ലേബർ ഉണ്ടെങ്കിൽ നമ്മളെ സൂപ്പർവിഷൻ ചെയ്തു കൊടുക്കും. പ്ലാൻ കൊടുത്തു, 3D കൊടുത്തു, സൈറ്റ് വിസിറ്റ്, അത് സൂപ്പർവിഷൻ. മൂന്നാമതൊരു സെക്ഷൻ ഉള്ളത് മൊത്തം സെക്ഷൻ വരെ ഒരു എമൗണ്ട് പറഞ്ഞിട്ട് നമ്മൾ വർക്ക് എടുക്കുന്നു. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഫിനിഷിംഗ്, പ്ലാസ്റ്ററിംഗ് അപ് ടു ടൈൽ, ഇന്റീരിയർ എല്ലാ വർക്കും ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ 3 ഘട്ടമായിട്ടാണ് നമ്മൾ അതിനെ വർക്ക് എടുക്കുക. ഓക്കെ. അപ്പോ പ്രേക്ഷകർക്ക് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ഒരു സാധനം വേറെ റിനോവേഷൻ ആണ്. റിനോവേഷനിൽ എന്താ വെച്ചാല് നമുക്കറിയാം വർക്ക് എന്നുള്ളത് പല രീതിയിലും അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പഴയ വീടിനെന്ന് വെച്ചാല് കുറെ നമ്മുടെ അസെറ്റ് ആണ് പഴയ വീടുകൾ. അപ്പൊ മെറ്റീരിയൽസിന് പറയാം, ഒരു കല്ലിന് 50, 60, 70 റുപ്യ വരെ, വരണ്ടൊക്കെ 70 റുപ്യ വരുന്നുണ്ട്. അപ്പം ആ ഒരു കല്ല് അതിലേക്ക് എത്തുമ്പോഴേക്ക് 150 റുപ്യന്റെ മേലെ വരും. അപ്പൊ നമ്മളെ അതിനെ ഒന്ന് പ്ലാൻ ചെയ്ത് വൃത്തിയിലാക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് പഴയ വീടിന് ആ സ്ട്രക്ചറിന് അതേ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പൊ അങ്ങനത്തെ കുറെ പ്രൊജക്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ സ്ഥലം എടുത്ത് നിങ്ങൾ അതിന്റെ A to Z കാര്യങ്ങൾ വിത്ത് ലൈവായിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കുമെന്നർത്ഥം. അതെ, നമ്മളെ 90% കസ്റ്റമേഴ്സ് ഉള്ളത് പ്രവാസികളാണ്. അതാണ് നമുക്ക് വേണ്ടത്. അതെ, ഞാനും കുറച്ചു കാലം പ്രവാസി ആയതുകൊണ്ട് പ്രവാസിയുടെ എല്ലാം നമുക്കറിയാം. അപ്പൊ ആ പ്രവാസികളെ നമുക്ക് അറിയാം. എന്താ വെച്ചാല് അവരെ വീട്ടില് ഡീൽ ചെയ്യാൻ ആരും ഉണ്ടാവില്ല, സ്ത്രീകൾ മാത്രം ഉണ്ടാവും. ആർക്കും നമുക്ക് ഉത്തരവാദിത്തത്തോടു കൂടി വർക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നത് തന്നെ ഒരു അഡ്വർടൈസ്മെന്റ് ഇല്ലാതെ തന്നെ മാക്സിമം കസ്റ്റമർ നമ്മൾ എത്തിക്കും. ഓക്കെ. അപ്പോ നമ്മളെ പിന്നെ സാറുമായിട്ടുള്ള എല്ലാ ടോക്കിങ്ങും നിങ്ങൾ കേട്ട്, അന്നേരം കസ്റ്റമർക്ക് കൂടുതൽ അഭിപ്രായങ്ങളും കമന്റ്സും അതേമാതിരി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കൊടുക്കുന്നുണ്ട്. അന്നേരം ഇതിൽ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്വന്തം ചാനൽ, നമ്മുടെ സ്വന്തം കൊടുവള്ളി, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.